ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഗണിത പുരോഗതി, ഇതിന് സമാന്തര ശ്രേണി എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. x+1, 3x, 4x+2 എന്നിവ ഒരു AP-യുടെ ആദ്യ 3 പദങ്ങളാണെങ്കിൽ അതിൻ്റെ അഞ്ചാമത്തെ പദം AP ആണെന്ന് പറഞ്ഞാൽ, സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഗണിത പുരോഗതി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം ഉണ്ടാവും അല്ലെ. പൊതുവ്യത്യാസം ഒന്നായിരിക്കും. അതായത് രണ്ടാമത്തെ പദവും ഒന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായിരിക്കും. അത് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്ന് എന്താ എഴുതാം? 3x മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്താ എഴുതാം? 4x+2 മൈനസ് 3x അല്ലെ. അപ്പൊ ഇതിനെ ഇനി എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 3x മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 4x+2 മൈനസ് 3x. അപ്പൊ എന്ത് വരും? ഇവിടെ x+2 വരും. ഇവിടെ എന്ത് വരും? 2x മൈനസ് 1. അപ്പൊ എക്സിന് ഒരു ഭാഗത്തേക്ക് മാത്രം വന്നാൽ എന്ത് വരും? x ഈക്വൽ ടു 2 + 1 3. എക്സ് 3 ആണെന്ന് കിട്ടിയാൽ നമുക്ക് ഈ AP എഴുതാം അല്ലെ. അതെന്താണ്? 3 + 1 4, 3 + 3 9, 4 × 3 12, 12 + 2 14 അല്ലെ. 4 9 14 ആണ് 3 പദങ്ങൾ. അപ്പൊ ഇനി അഞ്ചാമത്തെ പദം എഴുതണം. അഞ്ചാമത്തെ പദം എഴുതാൻ എന്താണ് വാക്യം? A5 ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D, അതായത് 5 - 1 ഇൻറ്റു D ആണ് അല്ലെ. അതായത് A പ്ലസ് 4D ആണ്. ഇതിൽ A എന്താണെന്ന് നമുക്ക് കിട്ടി? 4 ആണെന്ന് കിട്ടി അല്ലെ. 4 + 4D എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു D എത്രയാണ്? 9 - 4 എത്രയാണ്? 5 അല്ലെ. അപ്പോൾ 4 + 20 ഇത് എത്രയാണ് വരിക? 24. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.